വെച്ചെടുക്കുമ്പോൾ ഇപ്പൊ മലപ്പുറം ഡയലക്ട് ഉള്ള ഒരു സിനിമ ആകുമ്പോൾ മലപ്പുറത്ത് ഹിറ്റ് ആവുന്നതാണ് വിശ്വാസം. കോട്ടയം സ്ലാങ് ആണ് അങ്ങനെ. അപ്പൊ കൊച്ചി മാത്രം വെച്ചിട്ട്, കൊച്ചി സ്ലാങ് മാത്രം വെച്ചിട്ടുള്ള ഒരു പടമാണ് കമ്പട്ടിപ്പാടം. ഇത് ഓൾ കേരള ഇത്രയും ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നോ? അത് നമ്മുടെ ഈ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പർട്ടിക്കുലറായ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ സ്ഥലം, ഈ വ്യക്തി എന്നൊക്കെ പറയുന്ന പർട്ടിക്കുലറായ ഒന്നിനെ പർട്ടിക്കുലറായി മാത്രം ട്രീറ്റ് ചെയ്താൽ അത് വേറെ ആരും കാണാൻ പറ്റില്ല. അതിനെ സാധാരണീകരിക്കുക എന്ന് പറയും, ജനറലൈസ് ചെയ്യുക. അതാണ് കലാസൃഷ്ടി നടത്തുന്ന ആ ഒരു മാജിക് എന്ന് പറയുന്നത്. ആ മാജിക് കാണുന്നതുകൊണ്ട് ശാസ്താംകോട്ടക്കാരനും അത് കാണും. അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് ആരും പറഞ്ഞു. കൊച്ചിയുടെ കഥ മാത്രം പറഞ്ഞു, കൊച്ചിക്കാർ മാത്രമല്ലേ. അല്ല, കൊച്ചിയുടെ കഥ അതാ ഞാൻ പറഞ്ഞത്. കൊച്ചി എന്നുള്ള പർട്ടിക്കുലർ സ്ഥലത്തെ കഥ പറയുമ്പം തന്നെ അത് ലോകത്തെവിടെയുമുള്ള സിയാറ്റിൻ മൂപ്പന്റെ വരെ കാര്യങ്ങളിൽ പോയി തൊടുന്ന രീതിയിൽ തന്നെ ജനറലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് എവിടെയും അക്സെപ്റ്റബിൾ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ഭാഷ പഠിപ്പിച്ചെടുക്കാനായിട്ട് ദുൽഖറിനെയൊക്കെ വലിയ ബുദ്ധിമുട്ടിയോ? ദുൽഖർ സൽമാനെയൊക്കെ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഏത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇപ്പൊ നീലേശ്വരത്തെ കാര്യം, തൃശ്ശൂരിലേത്, ശാസ്താംകോട്ട്, കൊല്ലം, ഇങ്ങനെയൊക്കെ എല്ലാം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊന്നും എഴുതാനുള്ള മഹാസിദ്ധി വിശേഷമൊന്നും എനിക്കില്ല. നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ അത് എഴുതാൻ പറ്റും. പിന്നെ സിനിമയ്ക്കൊക്കെ ഉള്ള ഗുണം എന്താണ്? അത് ഒരുവിധ ആൾക്കാർ ഇതിനെ സഹായിക്കാനുണ്ട്. ഇവിടെ എന്താണ് പറയേണ്ട മാറ്റർ, അതിനെ ഒരു ഫ്ലേവർ നമ്മൾ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്താൽ പിന്നെ ആ സ്പോട്ടിൽ ഈ ആക്ടേഴ്സ്, എല്ലാ ആക്ടേഴ്സിനും ഇപ്പം എനിക്ക് ഈ കൊച്ചു ഭാഷ പറയാൻ പറ്റത്തില്ല, എഴുതാൻ മാത്രമല്ല പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്താ ചെയ്യുക? അവിടെ ഉള്ള ആൾക്കാർ നമ്മളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മതി. ഇത് പ്രോഡക്റ്റ് അല്ലേ വരുന്നുള്ളൂ, പ്രോസസ്സ് നിങ്ങൾ എന്തിനാ അറിയുന്നേ? നമ്മൾ മനസ്സിലായി, സിനിമ പ്രോസസ് അല്ല, സിനിമ ഒരു പ്രോഡക്റ്റാണ്. ശരി, അപ്പൊ ഒരു നടനും കൂടിയാണല്ലോ. ഇത്രയും മനസ്സിലേക്ക് ചോദിക്കട്ടെ, ഞാനൊരു ഡയലോഗ് പറയുന്നത് കൊച്ചി ഭാഷയിലൊന്ന് പറഞ്ഞു. നീ ഒന്ന് പറഞ്ഞു, ഞാനത് പറയാൻ നോക്കാം. നിങ്ങൾ പോണേണ, ഞാൻ വരികയാണ് കേട്ടാ. നമസ്കാരം, ഞാൻ പി ബാലചന്ദ്രൻ. കമ്മട്ടിപ്പാടത്തിന്റെ വിശേഷങ്ങളുമായി ഈ വരുന്ന ഞായറാഴ്ച 9 മണി മുതൽ ശാലിനിക്കൊപ്പം റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഞാനുണ്ടാവും. നമസ്കാരം.